നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു പ്രത്യേക രീതിയിലുള്ള മാങ്ങ പെരട്ടാണ്. കടുകും കായവും ഉലുവയും വേറെ ഒന്ന് രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് ഒരു മാങ്ങ പെരട്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. ഒരു കഷ്ണം മതി ഊണ് കഴിക്കാൻ. അപ്പോൾ ഇതൊക്കെ വെള്ളമൂവാണ്ടൻ്റെ മാങ്ങയാണ്. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നന്നായിട്ട് കഴുകി വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഉള്ള കളർ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് നമുക്ക് തോലങ്ങോട്ട് ചെത്താം, അല്ലെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. ഇതപ്പോൾ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് അരിഞ്ഞെടുക്കുന്നതിലും പ്രത്യേകത ഉണ്ട്. എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മാങ്ങയ്ക്ക് പ്രത്യേകത ഉണ്ട്. വെള്ളമൂവാണ്ടൻ മാങ്ങന്നെ കഴിയുന്നത് എടുക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെ ചെനച്ച മാങ്ങ, നല്ലോണം ചെനച്ചതായിക്കോട്ടെ, എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ വലുതായാലും വേണ്ടില്ല ചെറുതായാലും വേണ്ടില്ല, അതാ ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കിയിട്ട്, അതായത് ആ ഒരു അപ്പപ്പോളിനെ 2 കഷ്ണമാക്കുക. എന്നിട്ടിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്താൽ മതി. ഇതേപോലെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. പറ്റിയിട്ടില്ലെങ്കിൽ സാധാരണത്തെ മാതിരി നുറുക്കിക്കോളൂ കേട്ടോ. കണ്ടോ, ഇങ്ങനെ 2 കഷ്ണമാക്കിയിട്ട് ഇനി അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയാവും. അപ്പോൾ കണ്ടോ, ഞാൻ നമ്മുടെ മാങ്ങയൊക്കെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫാനിൻ്റെ ചോട്ടിലൊരു 10 മിനിറ്റ് വെക്കുകയാണ് കേട്ടോ. കാരണം ചെനച്ച മാങ്ങയാണല്ലോ, വല്ലാതെ വെള്ളമൊന്നും വേണ്ട. വെള്ളം ഉണ്ടായിട്ടല്ല, എന്നാലും ഒന്ന് അങ്ങോട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫാനിൻ്റെ ചോട്ടിൽ വെക്കണ്ട കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് വേറെ പണികൾ ചെയ്യാണ്. ഫാൻ ഇട്ടിട്ടുണ്ട്, അല്ലാതെ മാങ്ങയ്ക്കായിട്ട് ഫാൻ ഇട്ട് കൊടുക്കല്ല കേട്ടോ. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഈ മാങ്ങാ പെരട്ടിലേക്ക്, ഈ മാങ്ങാ കൂട്ടിലേക്ക് കുറച്ച് വറുത്തെടുക്കേണ്ടതുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1/2 ടീസ്പൂൺ തന്നെ കടുക്. ഇത് ഡ്രൈ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിനിമിനെ പൊടിയേണ്ട, ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞാൽ മതി കേട്ടോ. ഇതിനോടൊപ്പം തന്നെ കായം ഒരു ലേശം എണ്ണയിൽ കട്ടക്കായാച്ച ഒന്ന് വറുത്തെടുത്തോളൂ. ഞാനിവിടെ കായം പൊടിച്ച് വെച്ചതുണ്ട്, അത് കാരണം ഞാൻ കായം ഇതിലേക്ക് ഇടുന്നില്ല. നിങ്ങൾ കായപ്പൊടി ഇടണമെച്ചാൽ ഡയറക്റ്റ് അച്ചാറിലേക്ക് ഇട്ടാൽ മതി, നമ്മൾ കൂട്ടുകൂട്ടുന്ന സമയത്ത് ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതിനോടൊപ്പം കായം കൂടി വറുക്കണം. അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെറുതെ ഒന്നിങ്ങനെ ഇളക്കൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ആയിക്കോളും. ജീരകമൊക്കെ അങ്ങനെ പൊട്ടിത്തുടങ്ങും. ഒന്നങ്ങോട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി കായവും ഉലുവയും കൂടി പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഉലുവയും ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് നല്ല ജീരകവും കുരുമുളകും മാത്രമായിട്ട്, നമുക്ക് കടുക്, അത് 3 മാത്രമായിട്ട് നമുക്ക് എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉലുവ പൊടിച്ചില്ല, കായം മാത്രമേ പൊടിച്ച് വെച്ചിട്ടുള്ളൂ. അത് കാരണം തന്നെ ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. കണ്ടോ, നന്നായിട്ടായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയിക്കോളും. കടുക് പൊട്ടും, ജീരകം പൊട്ടും, അതുമാതിരി തന്നെ കുരുമുളക് ഒക്കെ പൊട്ടി വരും. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു തരിതരിപ്പോടെ മതി കേട്ടോ പൊടിക്കുക. ഇവിടെ ഇരിക്കട്ടെ. ഒരു പ്രത്യേക ടേസ്റ്റുള്ള മാങ്ങാക്കൂട്ട്. ഇപ്പോൾ ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് വെള്ളമൊന്നും കൂട്ടരുത് കേട്ടോ. അപ്പം നല്ലെണ്ണ ഞാൻ നല്ലോണം ഒരു 4 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഇത് എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് സിമ്മിലേക്ക് വെക്കണം. ഓഫ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ, നമ്മൾ എണ്ണ മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട് വറുത്ത് കോരിയിട്ടൊക്കെ. ഇതങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. വറുത്ത് കോരിയൊന്നും വേണ്ട, പക്ഷെ നന്നായിട്ടൊന്ന് ആയി വരണം, വല്ലാതെ വേവണ്ട. കണ്ടോ, ഇതിലത്തെ ജലാംശമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഫാനിൻ്റെ അടുത്ത് വെച്ചു എന്ന്. ഇങ്ങനെ വേണം, അല്ലെങ്കിൽ നല്ലോണം ചെനച്ച മാങ്ങയാകുമ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കുക വെച്ചാൽ ഷീന്ന് പറയും. ഇതിപ്പോൾ ഷീന്ന് പറയാത്തത് ഇതിലത്തെ വെള്ളമൊക്കെ പോയിണു, അതാണ് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു കഷ്ണം മതി കേട്ടോ തൈര് കൂട്ടിയ ചോറിൻ്റെ കൂടെ. അപ്പോൾ ഇത് വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇങ്ങനെ പല പല ടേസ്റ്റിലും നമ്മൾ ഉണ്ടാക്കി നോക്കണേ അച്ചാറുകളൊക്കെ.
ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഞാൻ നന്നായിട്ടൊന്ന് സിമ്മിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ഫ്ലെയിം കൂട്ടട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഒന്നും കൂടി ഇളക്കി കൊടുക്കട്ടെ. ഒന്ന് കളറ് മാറും മാങ്ങ. അപ്പം നമുക്ക് കൂട്ടാം കേട്ടോ. ഒന്ന് ഇളക്കാം. കണ്ടോ, ഈ കഷ്ണമൊക്കെ കണ്ടോ, ഒന്നിങ്ങനെ നന്നായിട്ട് കളറ് മാറാൻ തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് ഈ മുകളിൽ കിടക്കണതിനൊന്ന് അടിയിലേക്കാണ്ടാക്കി കൊടുക്കാം കേട്ടോ. കാരണം കൂട്ടുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇത് നന്നായിട്ട് ചൂടായി കിടക്കല്ലേ. സ്റ്റീലിൻ്റെ പാത്രമൊക്കെ വെച്ചാൽ കുഴപ്പമില്ല. ചട്ടിയാവുമ്പോൾ പെട്ടെന്ന് തന്നെ മുളക് പൊടിയൊക്കെ കരിയും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വാടിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൂട്ടാം കേട്ടോ. കണ്ടോ, അടി കിടക്കുന്ന കഷ്ണമൊക്കെ കളറ് മാറിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളറ് വരണം. ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് എടുക്കാറാവുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളൊന്ന് വാട്ടിയിട്ടല്ലേ ഉണ്ടാക്കണത്. എന്നാലും ഒരു 10-28 ദിവസമൊക്കെ കഴിഞ്ഞോട്ടെ കേട്ടോ. വീണ്ടും 1 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഈ മാങ്ങ ഇട്ടിട്ടൊരു 3-4 മിനിറ്റ് അത്ര മതി കേട്ടോ. കാരണം ഇത് മൺചട്ടി ആയ കാരണം പെട്ടെന്ന് തന്നെ ആയിക്കോളും ചൂടായി കഴിഞ്ഞാൽ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൂട്ടാം. കണ്ടോ, ഞാൻ സ്ഥിരം പറയണ മാതിരി ഗ്യാസ് ഓഫ് ചെയ്തിട്ടും ഇരുന്ന് തിളയ്ക്കുന്നത് കണ്ടോ. കുറച്ച് കറിവേപ്പില, ഇവിടെ ഇപ്പോൾ കറിവേപ്പില ഇഷ്ടംമാതിരി കിട്ടിയിട്ടുണ്ട്. അത് കാരണം തന്നെ ഒന്നിങ്ങനെ താത്തി കൊടുക്കുക. ഇതിൽ കറിവേപ്പില ഓപ്ഷനിലാട്ടോ, പക്ഷേ ഉണ്ടെങ്കിൽ ചേർത്തോളൂ. നല്ലൊരു ഫ്ലേവറാണ് കറിവേപ്പില കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ഫ്ലേവറല്ലേ. കണ്ടോ, ഇപ്പോൾ മാങ്ങയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരുവിധം നന്നായിട്ട് തിള നിന്നിട്ടുണ്ട്. മുഴുവനും ചൂടാറരുത് കേട്ടോ. എന്നാൽ നമുക്ക് മുളക് പൊടിയൊക്കെ ഒരു പച്ചമണം വരും. അത് വേണ്ട. അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, മുളക് പൊടി. അതൊക്കെ പോരെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കായം ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടെന്ന്. ഇതാണ് കായം വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ തരി ആയാലും കുഴപ്പമില്ല കേട്ടോ. കുരുമുളക്, നല്ല ജീരകം ഒക്കെ പാടെ നമ്മൾ പൊടിച്ചില്ലേ, ഉലുവ, കടുക്, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലാ ഭാഗത്തേക്കും ഇപ്പം തന്നെ എന്തൊരു മണ വരണ അറിയോ. ആകത്തക്ക വിധം ഇളക്കി കൊടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ ഉണ്ട് പാകായിക്കോളും. പൊടികളിലൊക്കെ നല്ലോണം പിടിക്കട്ടെ. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കട്ടെ കേട്ടോ. ഹായ്, ഇതൊക്കെ അല്ലേ അച്ചാറ്. അപ്പോൾ ഇത് ഒരു പ്രത്യേക മാങ്ങാപ്പരട്ടാണ്. ഇപ്പോഴും മാങ്ങയുള്ള സമയമാണ്. പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 3-4 ചെനച്ചതെടുത്തോളൂ കേട്ടോ. അപ്പോൾ പഴുത്ത മാങ്ങ വരേണ്ട കാലമാണ്. ഇഷ്ടംമാതിരിയുള്ള കാണാറുണ്ട്. അപ്പോൾ 4 ചെനച്ച മാങ്ങ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്നങ്ങോട്ട് ഉണ്ടാക്കി വെക്കുക. ഇപ്പോൾ കോളേജും സ്കൂളും ഓഫീസുകളും ഒക്കെ ഉണ്ടല്ലോ. സ്കൂളും തുറന്നു കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയാണ് വെച്ച് കൊടുക്കുക. തൈര് കൂട്ടിയ ചോറിൻ്റെ ഒപ്പം. അപ്പോൾ പിന്നെ തന്നെ കുശാൽ ഒന്നിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇളക്കാം. എന്നിട്ട് ഉപ്പൊക്കെ പോരെ നോക്കാം. അപ്പോൾ കണ്ടോ, ഞാൻ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ടേസ്റ്റും ഒക്കെ ചെയ്യാം. ഇനി ഒരു കാര്യം പറയാം, വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാരാച്ചാൽ അതിൽ വെളുത്തുള്ളി ഇട്ടോളൂ കേട്ടോ. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർ ഇട്ടോളൂ, നല്ലതായിരിക്കും. കണ്ടോ, ഹായ് ഇരിക്കട്ടെ അവിടെ. എന്നിട്ട് തൈര് കൂട്ടി ചോറിൻ്റെ ഒപ്പാണ്ട് എടുത്തിട്ടാണ്ട് കഴിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, കൈ കാണിച്ചോളൂ കേട്ടോ. എല്ലാവരും ഒന്ന് കൈ കാണിച്ചോളൂ. ഇതാ ഒരു കഷ്ണാണ്ട് കയ്യിലേക്ക് തരാം. കഴിച്ചോളൂ കേട്ടോ. എന്നിട്ട് പറയണേ എങ്ങനെയുണ്ടെന്ന്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.